ശ്രീരാമന്റെ വനവാസകാലം. രാവണൻ തന്റെ തന്ത്രവുമായി കാട് കയറി. മാരീചൻ സ്വർണമാനായി രൂപം മാറി. സ്വാമി, ആ മാനിനെ നോക്കൂ, എത്ര മനോഹരമാണത്. അതിനെനിക്ക് വേണം. ശരിയാണ് ദേവി, എത്ര മനോഹരമാണത്. ജ്യേഷ്ഠ, കാനനത്തിൽ ഇങ്ങനെ ഒരു മാനുണ്ടാവില്ല. ഇതൊരു മായയാകാം. മായെങ്കിൽ വധിക്കാം, അല്ലെങ്കിൽ സീതക്കായി ഞാൻ അതിനെ പിടിച്ചുകൊണ്ടുവരും. ലക്ഷ്മണ, എന്റെ തിരിച്ചുവരവ് വരെ നീ സീതയ്ക്ക് കാവലായി നിൽക്കണം. അവളെ തനിച്ചാക്കരുത്. മായമാനിന്റെ പിന്നാലെ രഘുരാമൻ കാട് കയറി. അകലെ നിന്ന് കേൾക്കുന്ന മാരീചന്റെ മായാശബ്ദം പഞ്ചവടിയിലെ ശാന്തതയെ ഭീതിയിലാഴ്ത്തി. ലക്ഷ്മണ, എന്നെ രക്ഷിക്കൂ, വേഗം വരൂ. ലക്ഷ്മണ, കേട്ടോ സ്വാമിയുടെ ശബ്ദം? അയ്യോ! ജ്യേഷ്ഠത്തി, ഭയപ്പെടാതിരിക്കും. ജ്യേഷ്ഠനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്തോ മായയാണ്. നീ എന്ത് സോദരനാണ്. ജ്യേഷ്ഠൻ ആപത്തിലായിട്ടും നിനക്കെങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു? ശരി, ഞാൻ പോകാം. പക്ഷേ ഈ മന്ത്രരേഖയ്ക്ക് പുറത്തേക്ക് പോകരുത്. സോദരന്റെ വാക്കുകൾ കേൾക്കാൻ സീത തയ്യാറായില്ല. വിധിയുടെ പ്രേരണയാൽ അവൾ ലക്ഷ്മണനെ ശകാരിച്ചു. നിർബന്ധിതനായി ലക്ഷ്മണൻ പുറപ്പെടേണ്ടി വന്നു. ലക്ഷ്മണൻ അന്ന് വരച്ച ആ ശക്തിയാണ് ലക്ഷ്മണരേഖ. മണ്ണിൽ വരച്ച ആ സ്വർണരേഖ വെറും ഒരു വരയായിരുന്നില്ല, അത് ദിവ്യമായിരുന്നു. അതിനു പുറത്ത് കാത്തുനിന്നതു സാക്ഷാൽ ലങ്കാധിപതിയായ രാവണനായിരുന്നു. ആരെങ്കിലും ഒരു തുള്ളി ദാഹജലം തരണേ. എന്ത് മായയാണിത്? എന്നെ തടയാൻ ഈ രേഖയോ? ഒരു സന്യാസിക്ക് ഭിക്ഷ നൽകാനായിട്ട് പോലും നിനക്ക് സംശയമോ? അങ്ങാരാണ് ഈ നേരത്തു ഞാൻ